ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എടുക്കാൻ പോകുന്നത് ധവള വിപ്ലവമാണ്. ധവള വിപ്ലവം എന്താണെന്നും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും എല്ലാം നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ പോവുകയാണ്. ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ, കൃത്യമായിട്ട് പഠിക്കുക. PSC ചോദിക്കുന്ന ഭാഗമാണ്. ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ. ഇന്ത്യയിൽ പാലുൽപാദനത്തിനുണ്ടായ വർധനവാണ് ധവള വിപ്ലവം എന്ന് പറയുന്നത്. അപ്പൊ ഈ ധവള വിപ്ലവം എന്ന് പറയുമ്പോൾ നമ്മൾ ധവളം എന്ന് പറഞ്ഞാല് ഒരു തൂവെള്ള കളറല്ലേ. അപ്പൊ ധവള അല്ലെ, ആ ഒരു പേരിൽ തന്നെ നമുക്ക് ഒരു വെളുപ്പ് കിട്ടും അല്ലെ. അപ്പൊ വെള്ള പാല് എന്നുള്ള രീതിയിലൊന്നും എടുക്കുക. അപ്പൊ പാലുൽപാദനത്തിനുണ്ടായ വർധനവിനെയാണ് നമ്മൾ ധവള വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പാലുൽപാദനത്തിനുണ്ടായ വർധനവിനെയാണ് ധവള വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ഓക്കെ, അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോട് ജനിച്ച വ്യക്തിയാണ്. നമ്മുടെ കേരളത്തിലെ വ്യക്തിയാണ് അല്ലെ, കേരളീയനാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്? ഡോക്ടർ വർഗീസ് കുര്യൻ. അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അല്ലാത്തവർക്കാണെങ്കിൽ ഞാൻ ചെറിയൊരു കണക്ഷൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ധവള വിപ്ലവത്തിന്റെ പിതാവാണ് പറയുന്നത് അല്ലെ, ധവള. അപ്പൊ തവളയായിട്ട് എടുക്കുക. അപ്പൊ തവള വർഗം എന്നുള്ള രീതിയിൽ തവള വർഗം വർഗീസ് കുര്യനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ. അദ്ദേഹത്തിന്റെ ജനനം കോഴിക്കോടാണ്. കേരളക്കാരനാണ്, കോഴിക്കോടാണ് കേട്ടോ. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് ധവള വിപ്ലവമാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് ധവള വിപ്ലവമാണ്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്ന് പറയുന്നത് അല്ലെ, എന്താണ് ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ തന്നെ വർഗീസ് കുര്യൻ ആണ്. അപ്പൊ എന്താണ് ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത്? വർഗീസ് കുര്യൻ തന്നെയാണ്. പാൽക്കാരൻ, ഇന്ത്യയുടെ പാൽക്കാരൻ വർഗീസ് കുര്യൻ. ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാന. ഓക്കെ, ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്നത് ഹരിയാനയാണ്. ഒന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യയിലെ പാലുൽപാദനത്തിലുണ്ടായ വർധനവിനെയാണ് ധവള വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ആരാണ്? തവളവർഗം എന്ന് പറഞ്ഞ ഡോക്ടർ വർഗീസ് കുര്യൻ ആണ്. കോഴിക്കോടുകാരനാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്നത് ധവള വിപ്ലവമാണ്. ഫ്ലഡ് അല്ലെ, വെള്ളം പോലെയല്ലേ മറ്റേ പാലൊക്കെ. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ഓപ്പറേഷൻ ഫ്ലഡ് എന്നൊക്കെ പറയുന്നത് ധവള വിപ്ലവമാണ്. ഇന്ത്യയുടെ പാൽക്കാരൻ എന്നറിയപ്പെടുന്നത് വർഗീസ് കുര്യനാണ്. പാൽക്കാരൻ വർഗീസ് കുര്യൻ. ഇന്ത്യയുടെ പാൽ തൊട്ടി ഹരിയാനയാണ്. ഇന്ത്യയുടെ പാൽ തൊട്ടി എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹരിയാന. ഓക്കെ, നെക്സ്റ്റ്, മാർക്സിസി പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി വർഗീസ് കുര്യനാണ്. മാർക്സിസി പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി വർഗീസ് കുര്യനാണ്. ധവള വിപ്ലവവുമായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യമാരാണ്? സ്വിറ്റ്സർലൻഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ധവള വിപ്ലവവുമായിട്ട് ഇന്ത്യയുമായി സഹകരിച്ച രാജ്യമാണ്, അതിന്റെ പേരാണ്, ആ രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ്. അപ്പൊ ധവള വിപ്ലവം എന്ന് പറഞ്ഞ പാലുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലേ, പാല്. അപ്പൊ ഈ പാൽ ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. നമുക്ക് പേട ഒക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ സ്വീറ്റ്സ് അല്ലേ. അപ്പോൾ ഈ പാല് കൊണ്ട് ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ് അതൊക്കെ. അപ്പോൾ സ്വീറ്റ്സ് എന്നുള്ള രീതിയിൽ സ്വിറ്റ്സർലാൻഡുമായിട്ട് കണക്ട് ചെയ്യുക. ധവള വിപ്ലവവുമായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യമാണ്. സ്വീറ്റ് ഒക്കെ ഉണ്ടാക്കാനാണ് പാൽ ഉപയോഗിക്കുന്നത് എന്നുള്ള രീതിയിൽ സ്വിറ്റ്സർലാൻഡുമായിട്ട് ഇത് കണക്ട് ചെയ്ത് വെക്കുക. സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയിൽ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായിട്ടുള്ള അമൂൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഈ അമൂലിന്റെ ഫുൾ ഫോം ഒന്ന് അറിഞ്ഞു വെക്കുക. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. സിമ്പിൾ ആണ്. അമൂല്, ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്. ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗുജറാത്തിലെ ആനന്ദ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഓക്കെ, അമൂൽ സ്ഥിതി ചെയ്യുന്നത് ആനന്ദാണ്, ഗുജറാത്ത്. ആ പേരിൽ തന്നെയുണ്ട് അമൂല്, ആനന്ദ് ഗുജറാത്ത്. അമൂലിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നമ്മുടെ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യൻ ആണ് അമൂലിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്ക് വഹിച്ചത്. ആരാണ്? വർഗീസ് കുര്യൻ. അമൂൽ സ്ഥാപിച്ചത് എപ്പോഴാണ്? 1946. ചോദ്യം ഇത് കൊല്ലം ചോദിച്ചിട്ടില്ല, ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ. അമൂൽ സ്ഥാപിച്ചത് 1946.
അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? മാർക്സിസ്റ്റ് പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളിയാണ് വർഗീസ് കുര്യൻ. ധവള വിപ്ലവവുമായി ഇന്ത്യയുമായിട്ട് സഹകരിച്ച രാജ്യം എന്താണ്? സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ പാൽ ഉപയോഗിക്കുന്ന രീതിയിൽ സ്വിറ്റ്സർലാൻഡുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനം ആയിട്ടുള്ള അമൂല് ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ്, അമൂല് സ്ഥിതി ചെയ്യുന്നത് ആനന്ദാണ്, ഗുജറാത്ത്. അമൂലിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്കുവഹിച്ച വ്യക്തി എന്ന് പറയുന്നത് വർഗീസ് കുര്യനാണ്. അമൂൽ സ്ഥാപിച്ചത് 1946. ഓക്കെ, നെക്സ്റ്റ് മിൽമയാണ് പറയുന്നത്. മിൽമ നമ്മൾ എല്ലാവരും കേട്ടതായിരിക്കും അല്ലെ? ധവള വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സ്ഥാപിച്ച ക്ഷീര സഹകരണ സംഘം. ഓക്കെ, കേരളത്തിൽ സ്ഥാപിച്ചതാണ് മിൽമ. ഓക്കെ, മറ്റേതോ അമൂല് ഗുജറാത്തിലാണ്. ഇന്ത്യയുടെ കാര്യത്തിലാണ് നമ്മൾ അമൂല് പറഞ്ഞത് അല്ലെ? ഗുജറാത്തിലെ ആനന്ദ് പറഞ്ഞ സ്ഥലത്ത്. ആ സമയത്ത് നമ്മുടെ കേരളത്തിൽ 1980 എന്ത് വന്നത്? മിൽമ നിലവിൽ വന്നത്. ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ആദ്യകാല ആപ്തവാക്യം കേരളം കണി കണ്ടുണർന്ന നന്മ. ജസ്റ്റ് കേട്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ, എന്താണ് പറഞ്ഞത്? മിൽമയാണ് ധവള വിപ്ലവത്തിന്റെ ഭാഗമായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സ്ഥാപിച്ച ക്ഷീര സഹകരണ സംഘം മിൽമ നിലവിൽ വന്നത് എപ്പോഴാണ്? 1980 തിരുവനന്തപുരത്താണ് ആസ്ഥാനം. ആപ്തവാക്യം, ആദ്യകാല ആപ്തവാക്യമാണ് കേരളം കണി കണ്ടുണരുന്ന നന്മ. നെക്സ്റ്റ് 2 പോയിന്റ് ഉണ്ട്. ദേശീയ ക്ഷീര വികസന ബോർഡ് ആനന്ദിലാണ്. ദേശീയ ക്ഷീര വികസന ബോർഡ് എന്ന് പറയുന്നത് ആനന്ദിലും ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രം കർണാലുമാണ്. കർണാൽ ഹരിയാന. ഓക്കെ, അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുള്ളതാണ്. ദേശീയ ക്ഷീര വികസന ബോർഡ് എന്ന് പറയുമ്പോൾ ബോർഡാണല്ലേ പറയുന്നത്, വികസന ബോർഡ്. അപ്പൊ ഈ ബോർഡൊക്കെ വികസിക്കുന്ന സമയത്ത് നമ്മളിപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ബോർഡൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ആനന്ദം ഉണ്ടാവും അല്ലെ? ഭയങ്കര ആനന്ദം ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ രാത്രി ആയിരിക്കും ആ ബോർഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഗുജറാത്തുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പൊ എവിടെയാണ്? ദേശീയ ക്ഷീര വികസന ബോർഡാണ് പറയുന്നത്. ബോർഡൊക്കെ കാണുമ്പോൾ ഭയങ്കര ആനന്ദമായിരിക്കും എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെക്കുക. രാത്രിയാണ് വെക്കുക. അപ്പൊ ആനന്ദ് ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രമാണ്. ഈ ഗവേഷണത്തിനൊക്കെ നമ്മൾ പോകുമ്പോൾ കാറിലാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ ആലോചിച്ച് വെക്കുക. കർണാൽ എവിടെയാണ്? ഹരിയാനയിലാണ്. ഓക്കെ, അപ്പൊ രണ്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, മാറിപ്പോവരുത്. ദേശീയ ക്ഷീര വികസന ബോർഡ് എന്ന് പറയുന്നത് ക്ഷീര വികസന ബോർഡ് അല്ലെ? അപ്പൊ ക്ഷീര വികസന ബോർഡ് എന്ന് പറയുമ്പോൾ ബോർഡാണ് എടുക്കേണ്ടത്. ബോർഡ് കാണുമ്പോൾ ആനന്ദം വരും. രാത്രിയിലാണ് ബോർഡൊക്കെ സെറ്റ് ആക്കാന്നുള്ള രീതിയിൽ ഗുജറാത്തുമായിട്ട് കണക്ട് ചെയ്യുക. ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രം എന്ന് പറയുമ്പോൾ ഗവേഷണത്തിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ടിപ് ടോപ്പ് ആയിട്ട് കാറിലൊക്കെയാണ് പോകുന്നത്. കർണാൽ ഹരിയാന. ഓക്കെ, അപ്പോൾ നമ്മൾ ധവള വിപ്ലവമാണ് ഇന്ന് പഠിച്ചത്. ഒന്നുകൂടി പറയാം. ഇന്ത്യയിലെ പാലുൽപാദനത്തിലുണ്ടായ വർധനവാണ് ഇന്ത്യൻ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ. ജനനം എവിടെയാണ്? കോഴിക്കോടുകാരനാണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്നറിയപ്പെടുന്ന ധവള വിപ്ലവമാണ്. ഇന്ത്യയുടെ പാൽക്കാരനാണ് വർഗീസ് കുര്യൻ. ഇന്ത്യയുടെ പാൽ തൊട്ടി ഹരിയാന. ഇപ്പൊ നമ്മൾ പാൽ തൊട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പശുവിനെ ആയിരിക്കും ഓർമ്മ വരുന്നത്. പശുവിന് മാത്രമല്ല ആനക്ക് കൂടി പാൽ തൊട്ടിയൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഒന്ന് ചുമ്മാ ഒന്ന് ആലോചിക്കുക കേട്ടോ. പാൽ തൊട്ടി ഹരിയാന, ആന ഹരിയാന. നെക്സ്റ്റ് മാർക്സിസ്റ്റ് പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി വർഗീസ് കുര്യനാണ്. ധവള വിപ്ലവവുമായി ഇന്ത്യയുമായിട്ട് സഹകരിച്ച രാജ്യം സ്വിറ്റ്സർലാൻഡ്. സ്വീറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഇന്ത്യയിൽ ക്ഷീരോത്പാദന സഹകരണ പ്രസ്ഥാനമായിട്ടുള്ള അമൂലിന്റെ ഫുൾ ഫോം ആനന്ദ് മിൽക്ക് യൂണിയൻ ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ആനന്ദിലാണ്, ഗുജറാത്ത്. അമൂലിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രധാന പങ്കുവഹിച്ച വ്യക്തി വർഗീസ് കുര്യനാണ്. അമൂൽ സ്ഥാപിച്ചത് 1946. നെക്സ്റ്റ് മിൽമയാണ് പറഞ്ഞത്. ധവള വിപ്ലവത്തിന്റെ ഭാഗമായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സ്ഥാപിച്ച ക്ഷീര സഹകരണ സംഘമാണ് മിൽമ. നിലവിൽ വന്നത് 1980. തിരുവനന്തപുരമാണ് ആസ്ഥാനം. തിരുവനന്തപുരം. ആദ്യകാല ആപ്തവാക്യം കേരളം കണികൊണ്ടുണരുന്ന നന്മ. നെക്സ്റ്റ് 2 മെയിൻ പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ദേശീയ ക്ഷീര വികസന ബോർഡ് എന്ന് പറയുമ്പോൾ ബോർഡ് വികസിക്കുന്ന സമയത്ത് അല്ലെ? ബോർഡ് വികസിക്കുന്ന സമയത്ത് നമുക്ക് ആനന്ദം വരും. രാത്രിയാണ് ബോർഡൊക്കെ സെറ്റ് ആക്കുക എന്നുള്ള രീതിയിൽ ആലോചിക്കുക. ദേശീയ ക്ഷീര ഗവേഷണ കേന്ദ്രം, ക്ഷീര ഗവേഷണ കേന്ദ്രം. ഗവേഷണത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ടിപ് ടോപ്പ് ആയിട്ട് കാറിലൊക്കെയാണ് പോകുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ ഈ പോയിന്റ് 2 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ചെറിയ ക്ലാസ് ആണ്. അതുകൊണ്ട് മുഴുവനായിട്ട് കാണാൻ, കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങളുടെ പഠിക്കേണ്ട ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ചെറിയ ഷോർട്ട് ആക്കിയിട്ട് വിടുന്നത്. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു.